ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 3-4 വാക്യങ്ങൾ. മർക്കോസ് 2-3-4 വാക്യങ്ങൾ. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽപ്പുര പൊളിച്ച് തുറന്നു പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പിൻ്റെ നാളുകളിൽ സാധാരണ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് മർക്കോസ് 2-ാം അധ്യായം. പി സുരേന്ദ്രൻ്റെ അകം വീട് എന്ന കഥയിൽ വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഒനായകൻ മൂത്താശാരിയെ വിളിപ്പിച്ച് സ്ഥലം കാണിക്കുന്ന ഒരു രേഖപ്പെടുത്തലുണ്ട്. സ്ഥലം കണ്ട മൂത്താശാരി പറമ്പിന് നടുവിൽ നിൽക്കുന്ന മാവുമരം മുറിക്കാതെ വീട് പണിയാൻ സാധിക്കില്ല എന്ന് പറയുന്നു. തൻ്റെ സ്വപ്നങ്ങളുടെ പ്രായമുള്ള മാവ് മുറിക്കാൻ നായകന് മനസ്സ് അനുവദിക്കുന്നില്ല. ഈ മരം നിർത്തിക്കൊണ്ട് എൻ്റെ വീട് പണിതുകൂടെ എന്ന ആശാരിയോട് അവൻ ചോദിച്ചു. സാധിക്കില്ല, സാധാരണ ദേവാലയങ്ങൾക്കൊക്കെയാണ് അങ്ങനെ പണിയുക എന്ന ആശാരി മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭവനവും ഒരു ദേവാലയമാകട്ടെ, അങ്ങനെ തന്നെ പണിഞ്ഞാൽ മതി. ദൈവം വസിക്കുന്ന ആലയമാകണം ഓരോ ഭവനങ്ങളും എന്ന അർത്ഥത്തോടെ ഈ കഥയ്ക്ക് വിരാമം ഇടുന്നുണ്ട്. നോമ്പ് കാലം നമ്മളും നമ്മുടെ ഭവനങ്ങളും ദൈവത്തോടൊപ്പം വസിക്കുന്ന നിമിഷങ്ങളാകണം. ക്രിസ്തു സാന്നിധ്യം ഭവനങ്ങൾക്കുണ്ടാക്കുന്ന രൂപപരിണാമങ്ങൾ ഈ വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് വിചിന്തനം ചെയ്യാൻ സാധിക്കും. ഒന്ന്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ശ്രുതി ഉയർത്തുന്ന രൂപപരിണാമമാണ്. കവർന്നഹൂമിലെ എല്ലാ ഭവനങ്ങളെയും പോലുള്ള ഈ വീട് ഇന്ന് ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ ആഗമനം എല്ലാ ഇടങ്ങളിലേക്കും ആ ഭവനത്തിൻ്റെ ശ്രുതി ഉയർത്തുന്നു. ക്രിസ്തുവുമായി ബന്ധപ്പെടുന്ന ഭവനങ്ങൾക്കൊക്കെ ഈ രൂപാന്തര പ്രക്രിയ സംഭവിക്കുന്നത് നമുക്ക് ദർശിക്കാൻ കഴിയും. കാനായിലെ ഭവനം അത്ഭുതങ്ങളുടെ പറുദീസയായും സക്കായിയുടെ ഭവനം പാരമ്പര്യ പെരുമയിലും ബഥാനിയയിലെ ഭവനം ഉയിർപ്പിൻ്റെ രംഗവേദിയായി ഒക്കെ രൂപപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ചില ദൈവോന്മുഖമായ രൂപപ്പെടലിലേക്ക് നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പ്രവേശനത്തിൻ്റെ ഒരു സ്വാഗത ഗീതിയായി കാണാൻ സാധിക്കുന്നു. കവർന്നഹൂമിലെ ഭവനത്തിലേക്കുള്ള യേശുവിൻ്റെ പ്രവേശനം സകലർക്കും ആ ഭവനത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വാതായനമായി തീരുന്നു. വാതിൽക്കൽ പോലും ഇടമില്ലാതെ ജനനിബിഡമാകുന്ന ഭവനമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. സ്വാഗത ഗീതികളുമായി തുറക്കപ്പെടുന്ന വാതിലുകൾ ചില ദർശനങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. യേശുക്രിസ്തുവിനെ ദർശിക്കാൻ തുറക്കപ്പെട്ട വാതിലുകളായി ഓരോ ക്രിസ്തീയ ഭവനങ്ങളും മാറണം. ക്രിസ്തു സാന്നിധ്യം ബന്ധങ്ങളുടെ ഊഷ്മളമായ സംഘാടനത്തിനൊക്കെ വഴിതെളിക്കും. അപരന് സ്വാഗതം അരുളുന്ന സുന്ദര ഗീതികൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്നും മുഴങ്ങി കേൾക്കണം. മറ്റൊന്ന്, ക്രിസ്തു സാന്നിധ്യം പാപ വിമോചനത്തിൻ്റെ ഉത്ഥാന ഗീതമാണ്. പാപങ്ങൾക്ക് മോചനം നൽകാൻ ശക്തിയുള്ളവൻ ഏതെന്ന തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ഈ സൗഖ്യദായക ശുശ്രൂഷ. ഇവിടെ പക്ഷപാതക്കാരൻ്റെ കുറവുകൾ മോചിക്കപ്പെടുന്നത് ഇടമായി ഈ ഭവനം രൂപാന്തരപ്പെടുന്നു. കുറവുകൾ ക്ഷമിക്കാനുള്ള ശക്തി എല്ലാ ഭവനങ്ങൾക്കും ഉണ്ടാകണം. തിരികെ വരുന്ന പുത്രനെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്ന പിതാവ് അവൻ്റെ ഇന്നലകളുടെ കുറവുകളെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്.
പാപത്തിൻ്റെ മധ്യേ കടന്നു പോകുന്ന ഏതൊരാൾക്കും അതിൽ നിന്നും ഉദ്ധാനം പകരുന്ന സംഗീതധാരകൾ മുഴക്കാൻ നമ്മുടെ ഭവനങ്ങൾക്ക് സാധിക്കണം. ഒടുവിലായി, ക്രിസ്തു സാന്നിധ്യം ദൈവനാമ മഹത്വത്തിൻ്റെ ഉണർത്തുപാട്ടാണ്. കിടക്ക എടുത്ത് നടക്കുന്ന പക്ഷപാതക്കാരൻ പ്രതീക്ഷാ നിർഭരമായ സൂര്യോദയമാണ് സമ്മാനിക്കുന്നത്. അവൻ്റെ ജീവിതത്തിലുണ്ടായ ഉദ്ധാനം ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഈ വേദഭാഗത്ത് കാണാം. കൂടി നിന്നവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് പരാമർശിച്ചുകൊണ്ടാണ് വേദഭാഗം അവസാനിക്കുന്നത്. സ്വന്തം മഹിമകളുടെയോ പ്രവർത്തികളുടെയോ കണക്ക് പുസ്തകം അവിടെ നിരത്തുന്നില്ല. നേരെ മറിച്ച് ദൈവിക പ്രവർത്തനത്തിൻ്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തെ പുകഴ്ത്തുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഉണർത്തു പാട്ടുകൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഉയരണം. ഭവനം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നങ്ങളുടെ പറുദീസയാണ്. എന്നാൽ അതിനെ പറുദീസയായി രൂപാന്തരപ്പെടുത്തുന്നത് ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ നിറമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നോമ്പുകാലം ക്രിസ്തു സാന്നിധ്യത്തെ കൂടുതലായി പുൽകുന്ന കാലയളവായി നമുക്കും ഭവനങ്ങൾക്കും പരിണമിക്കണം. അതിനായി ഉണ്ടാകേണ്ട രൂപപരിണാമങ്ങൾക്ക് നമ്മുടെ ഹൃദയം തുറക്കാം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുന്ന് കബർന്നഹൂമിലെ ഭവനത്തിൽ ധാരാളം ആളുകളെ കാണുകയും വചനം പങ്കിടുകയും സൗഖ്യം നൽകുകയും ചെയ്തു എന്ന് ഞങ്ങൾ അങ്ങയുടെ വചനത്തിലൂടെ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ഭവനങ്ങളും ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ ഉറവിടമായി തീരുവാൻ സഹായിക്കണമേ. അനേക ബന്ധനങ്ങൾ അഴിക്കപ്പെടുവാനും മനസ്സിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെടുവാനും ഞങ്ങളുടെ അകലങ്ങളുടെ അതിരുകളെല്ലാം പൊളിച്ച് മാറ്റാനും സഹായിക്കുന്ന വിധത്തിൽ ഈ നോമ്പിൻ്റെ നാളുകൾ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്താനും ഞങ്ങളെ തന്നെ നിർമ്മിക്കാനും ഇടിച്ചു കളവാനും ഒക്കെയുള്ള കാലഘട്ടമായി നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ചിന്തകളുടെ എല്ലാ വാതായനങ്ങളെയും അവിടുന്ന് വിപുലീകരിക്കണമേ. ഉൾക്കൊള്ളുവാനും ചേർന്ന് നിൽക്കുവാനും ഞങ്ങളെല്ലാവരെയും ഈ നാളുകളിൽ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറാത്ത കൃപയിൽ ഞങ്ങളെ കാക്കുകയും മറ്റുള്ളവരോട് സഹൃദയമായി ഇടപെടാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹദായകമായ നിമിഷങ്ങൾ, പുതിയ വർഷം ദൈവം തമ്പുരാൻ നൽകണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും നമ്മോടും നമ്മുടെ ഭവനങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.